ഈ നോമ്പ് കാലം വന്നാലേ നമുക്ക് നാടൻ ഫുഡൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുമല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ഇന്ന് അല്ല എരിവും പുളിയൊക്കെ ചേർത്തിട്ട് എന്തെങ്കിലും കഴിക്കാനാട്ടോ തോന്നുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് കടികളൊന്നും വേണ്ട, ചോറും ചിക്കൻ പിക്കിളും ഉണ്ടാക്കാന്ന്. അപ്പൊ ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത ഷൂറാക്ക് വന്നത്. എന്റെ വീട്ടിൽ 2 വർഷമായിട്ട് ഷൂഡന്റെ ഷൂറാക്ക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പൊ അതിനൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റിലേക്കും ഇത് മതിയെന്ന് വിചാരിച്ചു. ടാറ്റയുടെ ഷീറ്റ് മെറ്റലാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പൗഡർ കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ മഴയും വെയിലൊന്നും കൊണ്ടാലും ഒരു പ്രശ്നവും വരില്ല. 3 കളേഴ്സിലും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ടയേഴ്സിലും ഇത് വാങ്ങാം കേട്ടോ. ഞാനിപ്പോ 5 ടയറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അവരുടെ നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വിളിച്ച് ബുക്ക് ചെയ്ത 2 ദിവസം കൊണ്ട് തന്നെ അവര് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ പിക്കിൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ആദ്യം കോഴിമുട്ട സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേപ്പാളി സ്റ്റൈലിലുള്ള ചിക്കൻ പിക്കിളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുന്നത് മസ്റ്റാർഡ് ഓയിലാണ് കേട്ടോ, അത് മാത്രം ശ്രദ്ധിക്കാം. നമ്മുടെ ഒരു കേരള ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. ചോറിന്റെ കൂടെ ഇത് മാത്രം മതി, അടിപൊളിയാണ്. സ്നാക്കായിട്ട് ഞാൻ സ്റ്റീംഡ് എഗ് ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നേപ്പാളി ചിക്കൻ പിക്കിൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ക്യാപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക്